നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറഞ്ഞ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ലോ ബി കുറിച്ചാണ്. ഇതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും, അപകട ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് കുറഞ്ഞ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ? രക്തസമ്മർദ്ദം 90/60 താഴെയാവുകയും രക്തസമ്മർദ്ദം സാധാരണയായിട്ട് 120/80 അതായത് 120/80 എന്ന നിലയിലാണ് കാണേണ്ടത്. എന്നാൽ 120 പകരം 90-ഉം 80 പകരം 60-ലോട്ടും താഴെയായിട്ട് രക്തസമ്മർദ്ദം കാണുന്നതിനെയാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. കുറഞ്ഞ രക്തസമ്മർദ്ദം എല്ലായ്പ്പോഴും ആശങ്കയല്ല. നമ്മുടെ രക്തസമ്മർദ്ദം ദിവസം മുഴുവൻ ചാഞ്ചാടാം. എന്നിരുന്നാലും വിട്ടുമാറാത്ത ഹൈപ്പോടെൻഷൻ തലച്ചോറിലോട്ടുള്ള രക്തപ്രവാഹത്തിൻ്റെ അഭാവത്തിന് കാരണമാകും. ഇത് തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം എന്നിവയ്ക്ക് കാരണമാവുകയും കൂടാതെ ഗുരുതരമായ കേസുകളിൽ ജീവന് പോലും ഇത് ഭീഷണിയായേക്കാം. മിക്കപ്പോഴും താഴ്ന്ന രക്തസമ്മർദ്ദം വ്യത്യസ്തമായ ആശങ്കയുടെ ലക്ഷണങ്ങളാണ്. അതായത് ഹൃദയ സംബന്ധമായ തകരാറുകൾ അല്ലെങ്കിൽ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഹൈപ്പോടെൻഷനെ ക്ലാസിഫൈ ചെയ്യാം. പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ. ഇത്തരത്തിലുള്ള രക്തസമ്മർദ്ദം കുറയുന്നതിനെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നും വിളിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ രക്തസമ്മർദ്ദം അസാധാരണയായി കുറയുന്നതാണ് രോഗനിർണയം. നിങ്ങൾ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഭാവത്തിന് അനുയോജ്യമായ രീതിയിൽ രക്തപ്രവാഹം ക്രമീകരിക്കണം. അത് ചെയ്യാതിരിക്കുമ്പോൾ തലച്ചോറിലോട്ട് ആവശ്യമായ രക്തം വിതരണം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് തലകറക്കം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടൽ പോലുള്ള കുറഞ്ഞ BP ലക്ഷണങ്ങൾ ഉണ്ടാകാം. ചില മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവയായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട്. ന്യൂറോ കാർഡിയോജനിക് സിൻകോം. അപ്പോൾ നാഡീവ്യൂഹം നിങ്ങളുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും ശരിയായ സിഗ്നലുകൾ അയക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇത് രക്തസമ്മർദ്ദം നിലനിർത്താൻ രക്തക്കുഴലുകൾ വികസിക്കുന്നതിനോ ചുരുങ്ങുന്നതിനോ കഴിവില്ലാതെയാക്കുകയും ബോധക്ഷയം, മസ്തിഷ്കാഘാതം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇത് ന്യൂറലി മീഡിയേറ്റഡ് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ വാസോ വാഗൽ സിൻകോപ്പ് എന്നും അറിയപ്പെടുന്നു. ഭക്ഷണത്തിന് ശേഷമുള്ള ഹൈപ്പോടെൻഷൻ. അപ്പോൾ വലിയ ഭക്ഷണം കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയാൻ ഇടയാക്കും. കാരണം ഈ സമയത്ത് ദഹന വ്യവസ്ഥയിലോട്ടുള്ള രക്തോട്ടം വർദ്ധിക്കുകയും രക്തക്കുഴലുകൾ വികസിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ രക്തസമ്മർദ്ദം നിലനിർത്താൻ ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്യും. എന്നാൽ കുറഞ്ഞ രക്തസമ്മർദ്ദ ലക്ഷണങ്ങളുള്ള ആളുകളിൽ ഇത് സംഭവിക്കുന്നില്ല. പകരം അവർക്ക് ക്ഷീണവും തലകറക്കവും അനുഭവപ്പെടുന്നു. കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പൾസ് നിരക്ക്, ശ്വസന നിരക്ക്, ശരീര താപനില എന്നിവയ്ക്കൊപ്പം വ്യക്തിഗത ആരോഗ്യം നിർണ്ണയിക്കാൻ കണക്കാക്കുന്ന സുപ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് രക്തസമ്മർദ്ദം. രക്തം ശുദ്ധീകരിക്കുമ്പോഴും അത് വഹിക്കുന്ന വാതകങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴും ഹൃദയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദമാണിത്. രക്തക്കുഴലുകളിലെ ഒരു ശൃംഖല രക്തത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്കും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ടും കൊണ്ടുപോകുന്നു. ചില കാരണങ്ങളാൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് ഹൈപ്പോടെൻഷനിലോട്ട് നയിക്കുന്നു. ഇത് മതിയായ ഓക്സിജനെയും പോഷണത്തിനെയും അഭാവത്തിന് കാരണമാകുന്നു. കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വ്യക്തമല്ലെങ്കിലും ആരോഗ്യമുള്ള പലർക്കും ഇതുമൂലം ഹൈപ്പോടെൻഷൻ ലക്ഷണങ്ങൾ ഉണ്ടാകാം. നിരവധി മെഡിക്കൽ കാരണങ്ങൾ ഇതിനുണ്ട്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അസാധാരണമല്ല. കാരണം ശരീരത്തിൻ്റെ രക്തചംക്രമണ വ്യൂഹം വികാസത്തിന് വിധേയമാകുകയും ചില ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ രക്തസമ്മർദ്ദം കുറയുന്നതിൻ്റെ സാധാരണ കാരണങ്ങളിൽ ഒന്നാണിത്. ഡെലിവറി കഴിഞ്ഞ് ഉടൻ തന്നെ ഇത് സാധാരണ നിലയിലാകുമെങ്കിലും കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം. ഹൃദ്രോഗം. മസ്തിഷ്കത്തിൽ നിന്നും ഒരു സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു അധിക തുക പമ്പ് ചെയ്തുകൊണ്ട് രക്തസമ്മർദ്ദം കുറയുന്നത് നികത്താൻ ആരോഗ്യമുള്ള ഹൃദയത്തിന് കഴിയും. ഹൃദയാഘാതം. ഹൃദയത്തിലോ ഹൃദയവാൽവിലോ ഉള്ള ധമനികളുടെ തടസ്സം എന്നിവ ഹൃദയത്തിൻ്റെ കൂടുതൽ സ്ഥിരമായ രക്തയോട്ടം നൽകാൻ കഴിവില്ലാതാക്കുകയും കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും. ഹോർമോൺ അസന്തുലിതാവസ്ഥ. ആരോഗ്യമുള്ള ശരീരത്തിലെ നിരവധി സിഗ്നലിംഗ് സംവിധാനങ്ങളെ എൻഡോക്രൈൻ സിസ്റ്റം ബാധിക്കുന്നു. ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിലെ അസന്തുലിതാവസ്ഥ രക്തസമ്മർദ്ദം കുറയുന്നതിന് കാരണമാകും. തൈറോയിഡ്, ഇൻസുലിൻ അവസ്ഥകൾ ഹൈപ്പോടെൻഷൻ്റെയോ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെയോ കാരണങ്ങളായി പലപ്പോഴും
ഉദ്ധരിക്കപ്പെടുന്നു. അനീമിയ ശരീരത്തിലെ വിറ്റാമിൻ B12, ഇരുമ്പ്, omega-2 and 3, ഫാറ്റി ആസിഡുകൾ, ഫോളേറ്റ് തുടങ്ങി പോഷകങ്ങളുടെ അഭാവം ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ കുറവുണ്ടാക്കുകയും ആവശ്യത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള രക്തത്തിന്റെ കഴിവിനെ ബാധിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ലക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ കുറഞ്ഞ സമ്മർദ്ദമുള്ള ഭക്ഷണക്രമം നിർദ്ദേശിക്കപ്പെടുന്നു. മിക്ക കേസുകളിലും ഫലപ്രദമായി ഇത് പ്രവർത്തിക്കാറുണ്ട്. വൃക്കരോഗം നിങ്ങളുടെ വൃക്കകൾ രക്തപ്രവാഹത്തെ സഹായിക്കുന്നതിന് പോഷകങ്ങളുടെയും ജലത്തിന്റെയും മതിയായ ബാലൻസ് നിലനിർത്തുന്നു. എന്നിരുന്നാലും നിർജ്ജലീകരണം അല്ലെങ്കിൽ ഓവർ ഹൈഡ്രേഷൻ എന്നിവയുടെ ഫലമായി ഉണ്ടാകുന്ന വൃക്കരോഗം ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥയ്ക്കും രക്തക്കുഴലുകളുടെ സങ്കോചത്തിനും ഇടയാക്കും. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്താൻ ഇടയാകുന്നു. സെപ്റ്റിസീമിയ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൽ അപൂർവവും എന്നാൽ തിരിച്ചറിയപ്പെട്ടതുമായ കാരണം ഗുരുതരമായ അണുബാധയിൽ നിന്നുണ്ടാകുന്ന ഷോക്കാണ്. കൂടാതെ അണുബാധ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഫലവുമായി. അനാഫൈലാക്സിസ് ഒരു അലർജിയോട് കഠിനമായ പ്രതികരണം നിങ്ങളുടെ ഹൃദയം ക്രമരഹിതമായി സ്പന്ദിക്കുകയും രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ താഴ്ന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടാകും. ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ വിഷാദം എന്നിവയ്ക്കുള്ള ചില മരുന്നുകൾ രക്തക്കുഴലുകളുടെ വികാസത്തിന് കാരണമാകും. ഇത് രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുന്നതിന് കാരണമാകും. രോഗികൾ മറ്റ് സങ്കീർണമായ മെഡിക്കൽ അവസ്ഥകൾ ഉണ്ടാകാനിടയുള്ള ചില സന്ദർഭങ്ങൾ മാത്രം. കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൽ ഫലങ്ങൾ കൂടുതൽ വ്യക്തമാകും. മിക്കപ്പോഴും സമ്മർദ്ദം കുറയുന്നത് മരുന്നിൻ്റെ നേരിയ പാർശ്വഫലമാണ്. പ്രഷർ അതായത് BP കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണാം? നിശ്ചിതമല്ലെങ്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ ഫലങ്ങൾ പല വ്യക്തികളിലും ലക്ഷണങ്ങളായി പ്രകടമാകില്ല. താഴ്ന്ന രക്തസമ്മർദ്ദം മൂലം വിട്ടുമാറാത്ത രോഗികൾ ഇനിപ്പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ ഹൈപ്പോടെൻഷൻ മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്തേണ്ടതുണ്ട്. മങ്ങിയ കാഴ്ച, നേരിയ തലകറക്കം അല്ലെങ്കിൽ തലകറക്കം, ഓക്കാനം, വിട്ടുമാറാത്ത ക്ഷീണം, തണുത്ത വിയർക്കുന്ന ചർമ്മം, ഹൃദയമിടിപ്പ്, ആഴമില്ലാത്തതും വേഗത്തിലുമായ ശ്വസനം, ആശയക്കുഴപ്പം, ബോധം നഷ്ടപ്പെടൽ, ഞെട്ടൽ, ദുർബലമായ പൾസ്. BP കുറയുന്നതിൻ്റെ ഏറ്റവും റിസ്ക് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? പ്രായം കൂടിയവർ, തുടരുന്ന മരുന്ന് കഴിക്കുന്നവർ, ചില ഹൃദ്രോഗികൾ അല്ലെങ്കിൽ നാഡീസംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളിൽ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന് സാധ്യത കൂട്ടാറുണ്ട്.